വേറൊരു റിവായത്തിൽ ആയിഷ ബീവി പറയുന്നുണ്ട്, ഒരു രാത്രി ഞാൻ അന്ന് വിചാരിച്ചു നബി തങ്ങൾ പുറത്തെങ്ങോ പോയിരിക്കുകയാണെന്ന്. ഞാൻ നബി തങ്ങളെ തപ്പി നോക്കി റൂമിൽ. ഞാൻ എങ്ങനെ തപ്പി നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പുറത്തെങ്ങാനും പോയിട്ടുണ്ടോ എന്ന ലക്ഷ്യത്തിലാണ് ഇങ്ങനെ നോക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സുജൂദിൽ കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. സുബ്ഹാനക വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത. നബി തങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന്റെ സുജൂദിൽ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആയിഷ ബീവി കേട്ടു. സുബ്ഹാനക വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ, നിന്നെ സ്തുതിക്കുന്നു റബ്ബേ, നീയല്ലാതെ ഇലാഹില്ല പടച്ചവനെ. എല്ലാരും ഉറങ്ങാൻ നബി തങ്ങൾ സുജൂദിൽ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആയിഷ ബീവി നബി തങ്ങളെ തട്ടുന്നത്. ഹബീബായ നബി തങ്ങൾ നിസ്കാരത്തിലാണെന്നറിഞ്ഞപ്പോ ബീവി പറഞ്ഞു, ബിഅബീ അൻത വഉമ്മീ. നബിയേ, എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡമാണ് നബിയേ. എന്റെ മാതാപിതാക്കൾ മരിച്ചാലും അങ്ങ് മരിക്കരുത് നബിയേ. സ്നേഹം തോന്നുമ്പോൾ പറയുന്ന വാക്കാ നബിയോട്. ബിഅബീ അൻത വഉമ്മീ യാ റസൂലല്ലാഹ് ഇന്നക ലഫീ ശഅനിൻ വഇന്നനീ ലഫീ ശഅനിൻ ആഖർ. നബിയേ, നിങ്ങൾ ചിന്തിക്കുന്നത് ഏതോ ഒരു മഹത്തരമായ കാര്യം, ഞാൻ ചിന്തിക്കുന്നത് ഏതോ വേറൊരു കാര്യം. അങ്ങ് അല്ലാഹുവിന്റെ മുമ്പിലാണ്, ഞാൻ അങ്ങ് മറ്റു ഭാര്യമാരുടെ അരികത്ത് പോയോന്നാ ഞാൻ ചിന്തിക്കുന്നത്. നബിയേ, അങ്ങ് തന്നെ മഹത്തരമായവർ. ഹബീബേ, അങ്ങ് ചിന്തിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ ചിന്തിച്ചത് മോശപ്പെട്ടത്. അങ്ങ് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലാണല്ലോ നബിയേ. ആയിഷ ബീവി ഒന്നും പറഞ്ഞില്ല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയാണ് രസം ഉണ്ടാകുന്നത്. അന്നൊരു രാത്രി 2 സംഭവമായി ആയിഷ ബീവി തപ്പാൻ തുടങ്ങിയിട്ട് 2 തവണയും ആയിഷ ബീവി വിചാരിച്ചതല്ല നടന്നത്. ആയിഷ ബീവി ഇങ്ങനെ കിടക്കുമ്പോ ഇമാം നസായി തങ്ങൾ വളരെ ബിസനദിൻ ഹസനിൻ, നല്ല ഹസനായ സനദോടുകൂടെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാൻ പറ്റും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ യുടെ കൂടെ തങ്ങൾ ഇരിക്കുമ്പോ അന്ന് രാത്രി അവർ കിടന്നുറങ്ങിയപ്പോ നബി തങ്ങളുടെ മേൽവസ്ത്രം, നമ്മളെ ഇഹ്റാമിന് വസ്ത്രം കിട്ടൂലേ, അങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്ന ശീലമുണ്ടായിരുന്നു തങ്ങൾക്ക് ചില സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അരമുണ്ട്, പിന്നെ ഒരു റിദാ, ഒരു മേൽവസ്ത്രം. ഉറങ്ങുമ്പോ അത് എടുത്തു വെക്കും, എന്നിട്ട് ഉറങ്ങും. പുറത്തു പോകണമെങ്കിൽ അത് മേൽത്തട്ടം ധരിക്കും, അങ്ങനെ പുറത്തു പോകും. അങ്ങനെ നബിതങ്ങളുണ്ട്. രാത്രി ആയിഷ ബീവി ഉറങ്ങിയെന്ന് വിചാരിച്ചു ഹബീബ്. നബിതങ്ങളുടെ റിദാ എടുത്തിട്ട് തങ്ങൾ മെല്ലെ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി. ആയിഷ ബീവി ഇത് കണ്ടു. ബീവി റളിയല്ലാഹു അൻഹാ ആയിഷ ബീവി ഉറപ്പിച്ചു, നബി പോവാണ്, എന്നിട്ടിട്ട് പോവാണ് ഇങ്ങോട്ടോ. അതുകൊണ്ട് ഈ പെണ്ണുങ്ങൾ 2ാം കല്യാണത്തിന് സമ്മതിക്കാത്തത്. ഓലെ സമ്മതം ഉണ്ടായ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയാപ്പിളക്ക് 2ാം പെണ്ണ് കിട്ടൂല്ല, കെട്ടാൻ പറ്റൂല. 2എണ്ണം കെട്ടിക്കൂടിയെന്ന് പറയാനല്ല ഇപ്പൊ വരുന്നത്. പെണ്ണുങ്ങൾക്ക് പൊന്നാരസ്താതെ ആ ഹദീസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കല്ലേ, ദയവ് ചെയ്തിട്ട് എന്ന് അവിടെ പറയുണ്ടാവും. അപ്പോ കല്യാണം കഴിഞ്ഞ് 2 പെണ്ണുങ്ങളൊന്നും ഒരു റാഹത്തില്ലെങ്കിലേ ഒരു മരത്തുമ്പ് കൂടെ നടന്നു പോണ ഒരു ഈച്ചയെ പോലെ ചിറകിങ്ങനെ കത്തിക്കരിയാണ്. അങ്ങനത്തെ ഒരു ഈച്ചയെ പോലെയാണ് മനുഷ്യാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കവി. ومن له زوجتان ساءتا خلقا ولم يجد منهما يوما على طربي كنملة ذبذبت مشيا على خشب وجانباه على نار قد التهبا. അപ്പോ ഇരിക്കട്ടെ, നമ്മൾ അതിനെ പറ്റിയല്ല പറയുന്നത്. ബീബി റളിയല്ലാഹു അൻഹക്ക് ചെറിയൊരു സംശയം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പെട്ടെന്ന് വസ്ത്രം ധരിച്ചു, അവരുടെ അബായ എടുത്തു. ആയിഷ ബീവിയുടെ ഹിജാബ് ധരിച്ചു, അവരുടെ ഹിമാർ ധരിച്ച് ആയിഷ ബീവി മെല്ലെ വാതിൽ തുറന്ന് പുറത്ത് നടന്നു. ഇവ ഞങ്ങൾ ഇങ്ങനെ പോവാണ്. ആയിഷ ബീവി മെല്ലെ പിന്നാലെ നടന്നു. മദീനയിലെ ഒരു രാത്രി ഇങ്ങനെ ചിന്തിച്ചു നോക്കണം. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനക്ക് പോയി ഒരുപാട് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മദീനയും മക്കക്ക് കണ്ടവരുന്ന കൈപൊക്കിയാട്ടെ. ഉംറക്ക് പോയവര് എല്ലാരും, പോയവരൊക്കെ കൈപൊക്കി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. പോകാത്തവർക്ക് അങ്ങോട്ട് എത്താനുള്ള ഭാഗ്യം വളരെ പെട്ടെന്ന് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഹി വന്ന സ്ഥലല്ലേ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയ സ്ഥലല്ലേ, ഹബീബ് നടന്നുപോയ സ്ഥലങ്ങളാണതൊക്കെ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പിന്നാലെ നടന്നു. അങ്ങനെ നബിയുടെ പിന്നാലെ മെല്ലെ 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 നടന്നപ്പോ ബീബി പറയാണ്, നബിതങ്ങൾ പോണത് ഞാൻ കണ്ടു. ഹബീബായ നബിതങ്ങൾ ഹത്താ വഖഫ അലാ മഖ്ബറത്തിൽ ബഖീഅ, ജന്നത്തുൽ ബഖീഇന്റെ ഖബർസ്ഥാനിന്റെ അരികത്ത് പോയി നബിതങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നുണ്ട്.
യൻദുറു ഇലാ ഖുബൂരി അസ്ഹാബിഹി, അവിടുത്തെ മരിച്ചുപോയ സ്വഹാബികളെ, നബി തങ്ങളുടെ അനുയായികളുടെ ഖബറിലേക്ക് നബി തങ്ങൾ നോക്കുന്നുണ്ട്. മുസ്ലിമായി മരിച്ചുപോയവരവരിലുണ്ട്, സ്വാഭാവിക മരണം സംഭവിച്ചവരെ, യുദ്ധത്തിൽ മരിച്ചുപോയ ശുഹദാക്കൾ അവരിലുണ്ട്. അവരെങ്ങനെ നോക്കുന്നുണ്ട് നബി തങ്ങൾ. അവരുടെ കൂടെ ജീവിച്ച കാലം നബി തങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ്. സ്വാലിഹീങ്ങളായി ജീവിച്ച് ശുഹദാക്കളായി മരിച്ചുപോയവർ അവരിന്ന് മണ്ണിന്റെ അടിയിലാണ്. അവരെ നോക്കി നബി തങ്ങൾ ഇങ്ങനെ കരയുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറാളികളെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു. നബി തങ്ങൾ ഖബറിലേക്ക് നോക്കും, അവിടുത്തെ കൈയുയർത്തും, ഒരുപാട് ദുആ ചെയ്യും സല്ലല്ലാഹു അലൈഹി വസല്ലം. ثم رفع يديه دعا دعاء طويلا, കൈയുയർത്തി ദുആ ചെയ്യണം. ദുആ ചെയ്യുമ്പോ കൈയുയർത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ദുആഇന്റെ ഒരു അദബ്, ഒരു അച്ചടക്കം അതാണ്. അള്ളാഹിനോട് ചോദിക്കല്ലേ, അതിപ്പോ കൈയുയർത്തി വേണമെങ്കിൽ തന്നോന്ന് ചോദിക്കാൻ പാടുണ്ടോ? അള്ളാഹുവിനോട് താഴ്മയിൽ ചോദിക്കണ്ടേ? കൈയുയർത്തി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർക്കുമ്പോ കൈയുയർത്തണം. ഒന്നും വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിലെ കൈയുയർത്തണ്ട എന്നൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങൾ പറയല്ലേ, അള്ളാഹുവിനോട് ചെയ്യുന്ന അദബ് അങ്ങനെയാ. കൈയുയർത്തി നബി തങ്ങൾ കൈയുയർത്തിയിട്ട് ദുആ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഇങ്ങനെ കൈയുയർത്തി ഒരുപാട് ദുആ ചെയ്യും, പിന്നെ കൈ താഴ്ത്തും, പിന്നെ ഖബറിലേക്ക് ഇങ്ങനെ നോക്കും. സ്വഹാബത്തിന്റെ ഖബറിലേക്ക് ഇങ്ങനെ നോക്കും, വീണ്ടും കൈ ഉയർത്തും, കുറെ ദുആ ചെയ്യും. ആയിഷ ബീവി ഇതൊക്കെ നിന്നിങ്ങനെ കാണുകയാണ്. ആയിഷ ബീവി വിചാരിച്ചു ഇനി ഇവിടുന്ന് പിന്നെ വേറെ ഏതെങ്കിലും ഭാര്യമാരുടെ വീട്ടിലേക്ക് നബി പോയാലോ എന്ന് വിചാരിച്ചേ കാത്തിരിക്കുന്നത്. മൂന്നാമതും നാലാമതും നബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. കുറെ നോക്കിയിരിക്കും, പിന്നെയും ദുആ ചെയ്യും. അങ്ങനെ നബി തങ്ങൾ തിരിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ കുറച്ച് ദൂരെ ഇതൊക്കെ വീക്ഷിച്ചു നിൽക്കുന്ന നിലാവിന്റെ ചെറിയ വെളിച്ചത്തിൽ നബിയെ വീക്ഷിക്കുന്നുണ്ട് അവിടുത്തെ ഭാര്യ ആയിഷത്ത് റളിയല്ലാഹു അൻഹാ. നബി തങ്ങൾ തിരിഞ്ഞു നടക്കാന്ന് കണ്ടപ്പോൾ ആയിഷ ബീവി ഒരൊറ്റ ഓട്ടം വീട്ടിലേക്ക് ഓടിയെന്ന് മാത്രമല്ല, വാതിൽ തുറന്ന് പുതപ്പെട്ട ഒരൊറ്റ കടത്തം. പക്ഷേ നിബിതങ്ങൾ വന്നപ്പോ നിബിതങ്ങൾ ചോദിച്ചു, ആയിഷ ബീവി എന്താ ഇത് വല്ലാതെ കഥക്കുണ്ടല്ലോ ആയിഷ ബീവി, മാലി അറാകി ഹാഷിയതൻ റാബിയ. തങ്ങൾ വിചാരിച്ചു ഒരാള് നബിയെ വീക്ഷിക്കുകയാണോ? അന്ന് ശത്രുക്കളുള്ള കാലമാണ്. നബിക്ക് എന്തെങ്കിലും അപായപ്പെടുത്താൻ ഏതോ ഒരു ദുഷ്ടൻ വന്നതാണ് തങ്ങൾ വിചാരിച്ചത്. ഒരു കറുപ്പിങ്ങനെ പോണത് നബി കണ്ടിട്ടുണ്ട്. വീട്ടിലേക്ക് ചെന്ന് നബി തങ്ങൾ ഏതായിരുന്നാലും വീട്ടിൽ ചെന്ന ആയിഷ ബീവി പുതപ്പിന്റെ ഉറങ്ങിയ പോലെ കടന്നു. ശ്വാസം നിൽക്കണ്ടേ, അങ്ങനെ ശ്വാസം വിടുക. മാലി അറാകി ഹാഷിയതൻ റാബിയ. ആയിഷ ബീവി വല്ലാത്ത ശ്വാസ തടസ്സമുണ്ടല്ലോ. ആയിഷ ബീവിക്ക് എന്തു പറ്റി ആയിഷ ബീവി? എണീക്കിൻ. ആയിഷ ബീവി കണ്ണൊക്കെ തിരുമ്പി, നബിയെ ഞാൻ ഉറങ്ങിയിട്ടില്ല, കാര്യം പറഞ്ഞു കൊടുത്തു, അങ്ങനെ ഓടി വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞു, ഒന്നുമില്ല നബിയേ എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ലതുഖ്ബിരീനി ഔ ലയുഖ്ബിറന്നിൽ ലതീഫുൽ ഖബീർ. എനിക്ക് പറഞ്ഞു തന്നോളൂ ആയിഷ ബീവി, നിങ്ങൾ പറഞ്ഞെന്നില്ലെങ്കിൽ എല്ലാം അറിയുന്ന ലതീഫും ഖബീറുമായ അല്ലാഹു എനിക്ക് വഹീ തരും, അല്ലാഹു പറഞ്ഞു തരും. ഇത് പറഞ്ഞു തന്നോളൂ ആയിഷ ബീവി, ഇങ്ങ് നല്ലതാണ്. ഇപ്പൊ പറഞ്ഞു കൊടുത്തു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. യാ ആയിഷ ബീവി ഫഅൻതി സവാദ അല്ലദീ റഅയ്തുഹു അമാമി. എന്റെ മുമ്പിൽ ഇങ്ങനെ പോയ ആ കറുപ്പ് നിങ്ങളായിരുന്നു അല്ലേ ആയിഷ ബീവി? അതേ നബിയേ. ആയിഷ ബീവിയുടെ നെഞ്ചത്ര അടി കൊടുത്തിട്ട് നബി തങ്ങൾ പറഞ്ഞു, അവനന്തി, നിങ്ങളെ വിചാരിച്ചോ ആയിഷ ബീവി, അന്നല്ലാഹ യഹീഫു അലൈകി വറസൂലുഹു, അല്ലാഹുവും റസൂലും നിങ്ങളോട് അരുതാത്തത് ചെയ്യുമെന്ന് വിചാരിച്ചോ? നിങ്ങൾക്കുള്ള രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ നീതി പാലിക്കുകയില്ലെന്ന് വിചാരിച്ചുവോ? ആയിഷ ബീവി, നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ? അല്ലാഹുവിനെ പറ്റി, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി നിങ്ങൾ വിചാരിച്ചുവോ നിങ്ങളോട് നീതി ചെയ്യില്ല എന്ന്? ബീവി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, അല്ലാഹുവിനോട് എനിക്ക് പുറത്തു തരാൻ വേണ്ടി പറയൂ നബിയേ. ഇസ്തഗ്ഫിരില്ലാഹ് ലി, എനിക്ക് വേണ്ടി പൊറുക്കല്ല ചോദിക്കൂ നബിയേ. നബി തങ്ങൾ ആയിഷ ബീവിക്ക് അല്ലാഹുവേ എന്റെ ആയിഷക്ക് പുറത്തു കൊടുക്കല്ലാ എന്ന് ആയിഷ ബീവിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നേരം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ മനസ്സിൽ ഒരു വിഷമമില്ലാതെ പറഞ്ഞു കൊടുത്തു, ബീവി, നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉറക്ക് വിഷമിപ്പിക്കാതിരിക്കാൻ ഞാൻ പോയതാണ്. നിങ്ങൾ ഉണർന്നിരുന്നാൽ ഒറ്റക്കല്ലേ വിഷമം വരുമല്ലോ. നിങ്ങൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോ അങ്ങയുടെ ഉറക്ക് വിഷമിപ്പിക്കാതിരിക്കാനാ അങ്ങയോട് പറയാതെ, നിങ്ങളോട് പറയാതെ ഞാൻ പുറത്തു പോയത്. ആയിഷ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് പറയേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ തങ്ങൾ ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കാൻ. എന്നിട്ട് പറഞ്ഞു, ആയിഷ ബീവി, ഇന്ന ജിബ്രീൽ അതാനി, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ മുമ്പിൽ വന്നു. എന്നിട്ട്
വലം യകുൻ അലൈകി വലം യകുൻ യദ്ഖുലു അലൈകി വഖദ് വദഅതി സിയാബകി. ആയിഷ ബീവി, നിങ്ങൾ ഹിജാബിലല്ലോ കടന്നുറങ്ങുന്നത്. ആ സമയം നിങ്ങൾ ഉണ്ടായിരിക്കെ, അങ്ങയുടെ പരിപൂർണമായ ഹിജാബിന്റെ വസ്ത്രമില്ലാതിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം റൂമിലേക്ക് കടന്നു വരികയില്ലല്ലോ. അതുകൊണ്ട് റൂമിന്റെ പുറത്തു നിന്നിട്ട് എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ പുറത്തു വരണം. ആയിഷ ബീവി, നിങ്ങളുള്ളപ്പോൾ അരികത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അകത്തു വന്നിട്ടില്ല. രാത്രിയാണല്ലോ, കടന്നുറങ്ങുന്ന സമയമല്ലേ. അതുകൊണ്ട് വാതിലിന്റെ പുറത്തു നിന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, നബിയെ ഇങ്ങോട്ട് പുറത്തു വരിൻ. എന്നിട്ട് പറഞ്ഞു, ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന സ്വഹാബികൾക്ക് ഈ നേരം പോയി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം നബിയെ. അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. മരിച്ചു കിടക്കുന്ന ഖബറാളികൾ കിടക്കുന്ന സ്ഥലത്ത്, മഖ്ബറകളിൽ മുസ്ലിമീങ്ങളായ ആളുകൾ കിടന്നുറങ്ങുന്ന അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലങ്ങളിൽ പോയി ദുആ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. പാതിരാത്രി വന്ന് നബിയോട് പറയാണ്, നബിയെ ഈ സമയം പുറത്തിറങ്ങണം, ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം നബിയെ. അതുകൊണ്ടാണ് ആയിഷ ബീവി നിങ്ങളോട് പറയാതെ ഞാൻ പുറത്തു പോയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷമം തീർന്നു. ഇങ്ങനെ സന്തോഷത്തോടുകൂടെ പ്രയാസങ്ങൾ പരിഹരിച്ചുകൊണ്ട്, തെറ്റിദ്ധാരണകൾ തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നബിയുടെ കുടുംബജീവിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിതൊക്കെ ആയിക്കൂടെ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹാ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുമായിരുന്നു, ഞാനും ഉമ്മു അബ്ദില്ലയും 20 വർഷം ജീവിച്ച് ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടില്ല, പിണങ്ങേണ്ടി വന്നിട്ടില്ല. വെറുപ്പുള്ളത് ഒന്നും ഉമ്മു അബ്ദില്ലയിൽ നിന്ന്, എന്റെ മകന്റെ ഉമ്മയിൽ നിന്ന്, അതായത് എന്റെ ഭാര്യയിൽ നിന്ന് ഞാനോ എന്നിൽ നിന്ന് എന്റെ ഭാര്യയോ കാണേണ്ടി വന്നിട്ടില്ല. ആളുകൾ ചോദിച്ചു, എങ്ങനെ? എനിക്ക് ദേഷ്യപ്പെട്ടാലേ അവൾ എന്നെ തണുപ്പിക്കും, അവൾക്ക് ദേഷ്യപ്പെട്ടാൽ ഞാൻ അവളെ തണുപ്പിക്കും, ഇതല്ലാതെ ജീവിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. മുസ്ലിമീങ്ങൾ ഇങ്ങനെയാണ്. വീട്ടിൽ അങ്ങാടിയിൽ ചെന്നാൽ മാന്യമായി പെരുമാറുന്നവരുണ്ട്. സുഹൃത്തുക്കളോടുകൂടെ എന്തോരം നല്ല സ്വഭാവം. വീട്ടിലെത്തിയാൽ ആളെ അല്ല, വേറെ ഏതോ ഒരാളാ. ദേഷ്യം, വലിച്ചെറിയല്, അടിക്കല്, പ്രഹരിക്കല്, ചീത്തവിളി. നാട്ടിലെത്തി എന്തോ ഒരു നല്ല ആളാണ്. അങ്ങാടിയിലേക്ക് ഇറങ്ങി എന്തോ ഒരു നല്ല മനുഷ്യൻ. എല്ലാവർക്കും നല്ല അഭിപ്രായം, വീട്ടുകാർക്ക് നല്ല അഭിപ്രായമില്ല. അവൻ ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ സ്വന്തം കുടുംബത്തോട് നന്മ ചെയ്യുന്നവനാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, എന്റെ കുടുംബത്തോട് ഏറ്റവും നന്മ ചെയ്യുന്നത് ഞാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.